ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ ചിക്കനൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കിയൊക്കെയാണ്. എന്താ കാര്യമെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത ബെല്ലൈക്കൺ അമർത്തി നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ അടുക്കള കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് എൻ്റെ വീടിൻ്റെ അടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഡാഡിയുടെ വീട്ടിലുള്ള വയർലെസ് റെസിപ്പി വേണം, ഈ ചിക്കൻ 65 തോറ്റുപോകും റെസിപ്പി എന്നും പറഞ്ഞു നിന്ന് ഡാഡി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും ഒരു സ്പെഷ്യൽ റെസിപ്പിയും കൂടി ആയതുകൊണ്ട് നിങ്ങളിലേക്കും കാണിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഇതേ ഇത്തുവങ്ക അതേ നമ്മുടെ ഡാവിക്കുട്ടിനയുടെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിതേ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരിഞ്ഞിട്ട് ഇത് പച്ചമുളകും പേസ്റ്റാക്കി അരിഞ്ഞില്ല കേട്ടോ, അരച്ചിടുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു, ഈ പച്ചമുളക് അരച്ചിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡാഡി മുളക് കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കാണിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്നും കൂടി ഇത് കാശ്മീരി മുളക് കൂടിയും നമ്മുടെ സാധാ മുളക് കൂടിയും കൂടി ഇടുകയാണേ. കാശ്മീരി മുളക് കൂടി ഇത്തിരി കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഡാഡി എന്തൊക്കെ ഇടുന്നതെന്ന് നമുക്ക് കാണാം കേട്ടോ. വെറും ഒരു ചെറിയ റെസിപ്പി ഞാനൊരു വ്ളോഗാക്കി. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം. ഇത് പിറ്റേ ദിവസം നമ്മൾ ഇത്തിരി വിനാഗിരി ഒഴിച്ചു കേട്ടോ, ഈ ഇത്തിരി സോഫ്റ്റ് ആവാനാണ് കേട്ടോ ചിക്കൻ. അപ്പം പിറ്റേ ദിവസം നമ്മളിത് വെറുതെ വെളുത്തുള്ളിയും സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ, ഈ ഒരു വറുത്ത ചിക്കൻ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഉപ്പും കൂടി പുരട്ടി, അപ്പം മസാല പുരട്ടി വെക്കുന്നതാണ്. അത് കഴിഞ്ഞ് വറുത്തെടുത്തിട്ട് നമ്മൾ ഇതൊരു 2 മണി സമയത്തൊക്കെ നിന്നാണ് ചെയ്യുന്നത് രാത്രി. പിറ്റേ ദിവസം നമ്മുടെ വ്ളോഗ് കാണുന്നവർക്കറിയാം. അപ്പോൾ ഈ ചിക്കൻ വറുത്തൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് ആൾ, എന്താവുമെന്ന് കണ്ടറിയാം കേട്ടോ. പക്ഷേ സാധനം കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജിത്തുവങ്ങ നാളത്തെ പരിപാടിക്ക് ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നത് അമ്മേനെ കാണിക്കുന്നതും കൂടി ഞാൻ ഈ വ്ളോഗിൽ ചേർത്തോട്ടോ. അപ്പോൾ ഈ ഒരു കുക്കിംഗ് വീഡിയോ നമ്മൾ അരപ്പെല്ലാം കൂടി മിക്സാക്കി കൂട്ടി വെച്ചിട്ട് ഡാഡി ഇപ്പോൾ എന്താ ഇടുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വീഡിയോക്കകത്താണ് കാണുന്നത്. അപ്പോൾ ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല മറന്നുപോയി, അവസാനമായിപ്പോയി എന്നും പറഞ്ഞ് ഡാഡി നമ്മൾ എന്ത് കമ്പനിയുടെ മസാലയാണോ ഉപയോഗിക്കുന്നത് നോർമൽ ആ കമ്പനിയുടെ ഒരു ചിക്കൻ മസാല ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ കലാപരിപാടി, ഈ ഒരു മസാലക്കൂട്ടിൻ്റെ കലാപരിപാടി കഴിഞ്ഞു എന്നൊക്കെ ഞാൻ ഡാഡിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി പറയുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല അത്യാവശ്യം ഇടുന്നുണ്ട്, കാരണം ഇതൊരു 4-5 കിലോയുടെ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. 5 കിലോ ഉണ്ടാവും അറൗണ്ട്. അപ്പോൾ നമുക്ക് നാളെ ഒരു ചെറിയ പരിപാടി ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ നാളത്തെ കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തേക്കാണ്. മീൻകറിയാണ് കേട്ടോ അവർക്ക് പ്രധാനം. അപ്പം മീൻകറിയും മോരുചാറും അങ്ങനെ തോരനും കിച്ചടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ചിക്കൻ വറുത്തയും കൂടി ആകാം. അപ്പോൾ ചിക്കൻ വറുത്ത പ്ലെയിൻ അല്ല, പിറ്റേ ദിവസം നമ്മൾ ഇതിപ്പോൾ 2-3 മണിക്കാണ് കേട്ടോ രാത്രി ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ അമ്മ എണീറ്റ് ഇത് നമ്മൾ കറിയായിട്ടല്ല, ആ ഒരു ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ സവാളയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഈ ചിക്കൻ അങ്ങോട്ട് തട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ സാധനത്തിന്. അപ്പോൾ ഇത് അമ്മ ജീരകമാവാൻ പറഞ്ഞു. ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ലതാണെന്ന് ജിത്തൂടെ അഭിപ്രായം പറഞ്ഞത് കാരണം അളിയൻ അമ്മ ജീരകം വറുത്ത് കൊടുത്തിട്ട്, അപ്പോൾ അന്ന് അവൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ജീരകവും കൂടി വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ച് അതിനകത്ത് കുറച്ച് ചേർക്കും കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ മസാലയിലേക്ക് ചിക്കൻ എല്ലാം കൂടി കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിടാൻ പറ്റാഞ്ഞപ്പോഴേക്കും താഴെ ഞാൻ വീഡിയോ എടുക്കലും ഒരുമിച്ച് ചിക്കൻ ഇടലൊക്കെ ആയപ്പോൾ അമ്മ പറഞ്ഞു അമ്മ ഇട്ട് കൊടുക്കാതെന്ന് പറഞ്ഞാൽ അമ്മ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഡാഡി അടുത്ത് പറയുന്നുണ്ട് നല്ല എരിവായിരിക്കും, പച്ചമുളകൊക്കെ അരച്ചിട്ടേക്കല്ലേ, കൈ നല്ല പുകഞ്ഞെടുക്കുമെന്ന്. പക്ഷെ ഡാഡി പറഞ്ഞില്ല, അത് കൈ കൊണ്ട് കുഴച്ചാലേ എല്ലായിടത്തും മസാല പിടിക്കുള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ഡാഡി കുഴച്ച് ചിക്കൻ എല്ലാത്തിലും മസാല ഒന്ന് പുരട്ടി വെക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞങ്ങൾ വരാൻ വേണ്ടി ലേറ്റായി കേട്ടോ. ഞങ്ങളിവിടെ നിന്ന് 2-3 മണിക്കല്ലേ പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മായിമാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ സവാളയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ വാട്ടിയിട്ട് അവരങ്ങ് ആ ചിക്കൻ അങ്ങ് തട്ടി കേട്ടോ. അതപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ചിക്കൻ വറുത്ത് വെക്കുന്നത് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. തിന്നാൻ നേരം ആയപ്പോഴും ഓൾമോസ്റ്റ് ഫുഡിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റാണ് കേട്ടോ കഴിച്ചത്, ഞാനും അമ്മയും കൂടി.
അതെല്ലാ വീട്ടിലും എല്ലാ പരിപാടി നടക്കുമ്പോഴും ആളുകളുണ്ട്. നമ്മുടെ വീട്ടുകാർ ലാസ്റ്റല്ലേ നോക്കിയിട്ടൊക്കെ കഴിക്കുള്ളൂ. അപ്പം അതേ കണക്ക് നോക്കി നോക്കി നിന്ന് ഞാനും അമ്മയും അവസാനം കഴിക്കാൻ പോയപ്പോൾ ചിക്കൻ വറുത്തതിൻ്റെ ഒരു കഷ്ണം പോലും കിട്ടിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പരിഭവം ഇല്ല, കാരണം പരിഭവം അല്ലല്ലോ, കാരണം എനിക്ക് ആ സാധനം കഴിച്ചുകൂടാ. അപ്പം അത് കാരണം ഞാനങ്ങ് നിന്നു. അമ്മയ്ക്കും കഴിച്ചുകൂടാ, അമ്മയ്ക്കും ചിക്കൻ കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കഴിക്കുന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ഹാപ്പി ആയതേ. അപ്പോൾ നമ്മളിതേ ഓയിലാണ് കേട്ടോ വറുക്കുന്നത്. അപ്പോൾ ദേ ഓയിലൊഴിച്ചു. അപ്പോൾ ഇതിൻ്റെ കോക്കി ഭയങ്കര ഐഡിയാസും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ചിക്കൻ വറുക്കുന്നതിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡാവിക്കുട്ടൻ ഒത്തിരി നേരം ആയാലും ദാവീദിനെ എടുത്തിട്ട്, അപ്പോൾ അവനെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവനെ എടുത്തു. ഈ 2-3 മണിയായിട്ടും അവൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവൻ ഉറക്കം വന്നിട്ട് ഞങ്ങളിങ്ങനെ പോയി കിടക്കണം, എന്നാലേ അവൻ ഉറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ കോരി ഒരു തുണിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. കോരിയിട്ട് വെക്കാനുള്ളത് തുടയ്ക്കാൻ എനിക്ക് തരുന്നതാണേ. അപ്പോൾ ഇതേ ഒരു ടെസ്റ്റിന് ആദ്യം മസാലയൊക്കെ ഓക്കെ ആണോ നോക്കിടാടി, എന്നിട്ട് അത് വറുത്തിട്ട് ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. ഒരെണ്ണം ഞങ്ങൾ ടെസ്റ്റ് ഡോസാക്കി ഇട്ട് കേട്ടോ. എന്നിട്ട് കൊള്ളാവോ നോക്കിയിട്ട്, ഇനി കൊള്ളാവോ എന്ന് വെച്ചാൽ എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഉണ്ടോ നോക്കിയിട്ട് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം നോക്കി ഞങ്ങൾ ടെസ്റ്റ് ഡോസൊക്കെ അടിച്ച് കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നിന്ന് എല്ലാം വറുത്തെടുത്തു കേട്ടോ. ഇതൊരു 5 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാളെ പരിപാടിയാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചെയ്യുന്നത്, നിന്ന് നാളത്തെ പരിപാടിക്ക്. അപ്പോൾ അമ്മേനോടും കഴിച്ചു നോക്കുന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ജ്യൂസി ചിക്കൻ ആയിരുന്നു. ദേ ഞങ്ങളങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ നാളത്തേക്കുള്ള വെളുത്തുള്ളി ഇരുന്ന് അരിയുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നേ. അപ്പോൾ ഈ ചെറിയ വ്ളോഗ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ. ബൈ ബൈ.